ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദം ആവശ്യമില്ല. വ്യവസ്ഥ കഴിയുമ്പോൾ തന്നെ ഓരോന്നോരോന്നായി ഏറ്റവും വലിയ നുണ പറയാനുള്ള ആ ഒരു ഗീബൽ സഭ നിങ്ങൾക്ക് തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ വകവെച്ച് തരുന്നു, ശരിയാണത്. പക്ഷേ മൗലവി ഇത് നിങ്ങൾ ഒരു വശത്ത് പറയുമ്പോൾ ഞങ്ങൾ ജനങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ഏത് മുഹിയുദ്ദീൻ ശൈഖിനോട് സഹായം തേടൽ ശിർക്കാണെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ മറുവശത്ത് നിങ്ങൾ പറയുന്നു ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ, ഇത് ശിർക്കല്ല, ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദം നിങ്ങൾക്ക് നിലവിലുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതിയതോ അത് വൈരുദ്ധ്യമാണ്. മഴയോട് വേണ്ട വീശുന്ന കാറ്റ് തടുക്കാൻ ഒരു മനസ്സിന് വേണ്ട. കാശി തേടുന്നതിൽ അത് കളഞ്ഞിടങ്ങിയ തലത് കാലം നിങ്ങളെ തള്ളി കളി നിർത്തി പോയി കൂടെ. വിജയ് വൈ വിജയ് വേഗം കെട്ട് മഹാകഷ്ടം വിജയ് വൈ വിജയ് വേഗം കെട്ട് മഹാകഷ്ടം വിജയ്. തട്ടിപ്പ് വിജയ് ഇതിലൊക്കെ തട്ടിപ്പ് വിജയ് വലിയ പറ്റിക്കാൻ അത് വേണ്ട. വിജയതന്ധകാരമാണ് കാർമേഘമുഖരിതം. പ്രകാശരശ്മി അസഹ്യമായി കാണുന്ന വിഭാഗത്തിന്റെ പതിപ്പാണിവർ. ഇതിൽ ഏറ്റവും മ്ലാനവദനർ വഹാബികളാണെന്ന് നാൾക്കുനാൾ കാലത്തിന്റെ കറക്കുസൂചി സന്ദേശം നൽകുന്നു. കൊട്ടപ്പുറം, മണ്ണാർക്കാട്, മഞ്ചേശ്വരം, ഇടമുട്ടം, കൊണ്ടോട്ടി, കോട്ടക്കൽ, ആലുവ, കുന്നത്തേരി, തോട്ടുമുഖം തുടങ്ങിയ 100 പ്രദേശങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ചങ്ങലയിൽ ബന്ധിച്ച് സുന്നി പണ്ഡിതന്മാർ വിചാരണ ചെയ്ത സംവാദ സദസ്സുകൾ ഓർമ്മയിലെ സുവർണ നിമിഷങ്ങളാണ്. ആ പട്ടികയിലേക്ക് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി കൂടി കടന്നുവരുന്നു. മുൾമുനകൾ ചവിട്ടിക്കയറി ആദർശദേശം ഉന്നതങ്ങളിൽ പാറിപ്പറപ്പിച്ച സുന്നി പണ്ഡിത പൂർവികരുടെ പാവന സ്മരണകൾ ഉറങ്ങുന്ന മട്ടാഞ്ചേരിക്കടുത്ത കൽവത്തി യൂണിറ്റ് SSF മുജാഹിദ് സംഘടനയായ ISM കമ്മിറ്റിക്ക് നൽകിയ കത്താണ് സംവാദ വ്യവസ്ഥയിലേക്ക് ഇരുവിഭാഗം പണ്ഡിതന്മാരെയും എത്തിച്ചത്. പാടിപ്പതിഞ്ഞ ദുരാരോപണങ്ങൾ നിറച്ച ബലൂണുമായി വ്യവസ്ഥക്കെത്തിയ കായക്കൊടി അനസ് മൗലവിമാരെ ജിന്നെന്ന സൂചിമുനയുമായി സുന്നി പണ്ഡിതന്മാർ നേരിട്ടതോടെ വഹാബിസത്തിന്റെ കാറ്റുപോയി. ബദുവിങ്ങളെ വിളിക്കുന്ന സുന്നിയെ വിമർശിക്കുന്ന വഹാബി വിളിക്കുന്നത് ജിന്നി മലക്കുകളെയാണ്. അതിനാൽ അബൗദികതയുടെ മാനദണ്ഡം ഒന്ന് വ്യക്തമാക്കണം എന്ന് സുന്നി പണ്ഡിതന്മാർ ആവശ്യപ്പെട്ടതോടെ ഈ വെല്ലുവിളി മുജാഹിദ് നേതാക്കളെ സ്തബ്ധരാക്കി. മുന്നോട്ടു പോയാൽ കടൽ, പിന്നോട്ടു പോയാൽ വയനാട് ചുരത്തിലെ 6ാം വളവ്. ഇതിലും ഭേദം പഞ്ചാബ് തന്നെയാണെന്ന് വഹാബി മൗലവിമാർ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു അത്. ജിന്നിനോടുള്ള വിളിയെ ശിർക്കാണെന്ന് പറയുക, അതല്ലെങ്കിൽ പാടുണ്ടെന്ന് പറയുക എന്നാവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മൗലവിമാർ പാലം കുലുങ്ങിയാലും കായക്കൊടി കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെ കണ്ടാമൃഗത്തെക്കാളും അനസ് മൗലവിക്ക് തൊലിക്കെട്ടിയുണ്ടെന്ന് തെളിയിക്കും വിധമായിരുന്നു മുജാഹിദ് സമീപനം. ഇത്തിഹാസ വിരോധികൾക്ക് അത് പറയാൻ ജിന്ന് വഹാബിസത്തിൽ കുടിയിരിക്കും കാലത്തോളം അവകാശമില്ലെന്ന് തെളിയിച്ച് ജിന്നുവിളി ശിർക്കാണെന്ന കാലം ചെയ്ത ഉമർ മൗലവിയുടെ വിളംബരത്തെ കാറ്റിൽ പറത്തിയ സക്കരിയ ജബ്ബാർ പാലത്ത് മൗലവിമാരുടെ പുതിയ വാദങ്ങൾ ഉദ്ധരിച്ച് സുന്നി പണ്ഡിതന്മാർ വെല്ലുവിളിച്ചപ്പോൾ മുജാഹിദ് പൗരോഹിത്യത്തിന്റെ പഴയ വെളിപാടും പുതിയ വെളിപാടും തമ്മിലുള്ള അന്തരത്തിൽ മുങ്ങിത്താണു മട്ടാഞ്ചേരിയിലെ സംവാദ വ്യവസ്ഥാ സദസ്സ്. കേരള വഹാബിസത്തിന്റെ എക്കാലത്തെയും ദാർശനിക അപ്പോസ്തലനായ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ജിന്നിനോടുള്ള വിളിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ കേരള മുജാഹിദ് സംഘടനകളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ സംഘകുടുംബത്തിലെ ഏറ്റവും പ്രധാന സംഘടനയായ KMM-ന്റെ മുഖപത്രമായ അൽമനാറിൽ ജിന്നിനോടുള്ള വിളിയെക്കുറിച്ച് സാലിഹുകളോ മലക്കുകളോ ജിന്നുകളോ ആരുമാകാം, ആരായാലും
ജീവിതത്തിൽ അവരോട് സഹായം തേടുന്നത് ശിർക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2005 ഡിസംബറിൽ അൽമനാർ ലേഖനം എഴുതുകയുണ്ടായി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയ വെളിപാടുകൾ. ഇനി നമുക്ക് പുതിയ വെളിപാടിന്റെ അപ്പോസ്തലൻ ആരാണെന്ന് നോക്കാം. അതിന് നേതൃത്വം നൽകുന്നത് സക്കരിയ സലാഹിയും ജബ്ബാർ മൗലവിയുമാണ്. ജബ്ബാർ മൗലവി ഇസ്ലാമിലൂടെ എഴുതി നമുക്ക് വഴി കാണിച്ചു തരാൻ അല്ലെങ്കിൽ സഹായിയാവാൻ ജിന്നിന് കഴിയുമെന്നും വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ജിന്നിനോട് സഹായം തേടാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിൽ അഭൗതികതയില്ലെന്ന ഒരു പുതിയ വാദം കൂടി അദ്ദേഹം പഴയ നേതാക്കളെ വിമർശിക്കും വിധം തന്നെ രംഗത്ത് കൊണ്ടുവന്നിരുന്നു. ഇതോടെ ഈ അപ്പോസ്തല പ്രസ്ഥാനത്തിന്റെ വഹാബി മുഖം വ്യക്തമാവുന്ന പുതിയ വെളിപാട്, ഈ രണ്ട് വെളിപാടുകളെയുമാണ് സുന്നി പണ്ഡിതന്മാർ സംവാദ സദസ്സിൽ ചോദ്യം ചെയ്തത്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും മൗലവിമാർ ഉത്തരം പറയുകയോ മൗലവിമാരിൽ ഒരാളും മണിക്കൂറുകളോളം ജിന്നെന്ന വാചകം പോലും പ്രയോഗിക്കാനാവാതെ വിഷണ്ണരായിരിക്കുകയായിരുന്നു. സ്തബ്ധരായ ഈ വിഭാഗം മണിക്കൂറുകൾക്ക് ശേഷം 2 പ്രാവശ്യം മാത്രമാണ് സംവാദത്തിനിടെ ജിന്നെന്ന പദം പ്രയോഗിച്ചത്. വാദപ്രതിവാദ വ്യവസ്ഥ അങ്ങനെ ഒന്നാന്തരം ഒരു വാദപ്രതിവാദമായി മാറി. മുജാഹിദികളെന്നും മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംവാദ വേദിയായി മട്ടാഞ്ചേരി അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. മുഹമ്മദ് രാമന്തളി, മുഹമ്മദ് റഫീഖ് ഹസനി ചാളാരി, നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ, അബ്ദുൽ ഖാദർ ഹസനി ചാപ്പനങ്ങാടി, കുഞ്ഞു മുഹമ്മദ് കേരളായിക്കടവ് സുന്നി സെന്റർ, ഹനീഫ് പനയപ്പള്ളി, പി എ ഇബ്രാഹിം ഫോട്ടോച്ചി, ഹംസ മട്ടാഞ്ചേരി, അഹമ്മദ് അനസ് ആലുവ, ഹനീഫ് കായക്കൊടി, എൻ കെ താഹ എടവനക്കാട്, ഷഫീഖ് മണ്ണാർക്കാട്, അഫ്സൽ ഫോർട്ട് കൊച്ചി, കൊച്ചു ഫോർട്ട് കൊച്ചി, കൽവത്തി ഒരു മുജാഹിദ് പള്ളിയിലെ മൗലവി അവിടുത്തെ SSF പ്രവർത്തകരുമായി ചില സംസാരങ്ങൾ നടന്നു. അതിൽ സുന്നികൾ ഓതാറുള്ള മൗലിദിലെ ഇർത്തഖബത്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് എന്ന വിഷയം അത് ശിർക്കാണ് എന്ന് മൗലവി പറഞ്ഞു. അതുപോലെ അമ്പിയാക്കളെ കൊണ്ടുള്ള തവസ്സുലും ശിർക്കാണ് എന്ന് മൗലവി പറഞ്ഞു. ആ രണ്ട് കാര്യത്തിലും വേണമെങ്കിൽ സംവാദത്തിന് തയ്യാറാണ് എന്നുകൂടി മൗലവി അന്ന് നമ്മുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ആ സമയത്ത് വിദ്യാർത്ഥികൾ എഴുതി കൊടുത്തു, ഇർത്തഖബത്തു അലൽ ഖത്വ ഗൈറ ഹസ്രിൻ വഅദദ് എന്നത് അനുവദനീയമാണ്, വിരോധമില്ല എന്ന്. അതുപോലെ അമ്പിയാക്കൾ കൊണ്ടുള്ള തവസ്സലും അനുവദനീയമാണ്, വിരോധമില്ല എന്ന് എഴുതി കൊടുത്തു. അതിന് മറുപടിയായി ആ വിഷയം അല്ലാതെ വേറെയും കുറേ വിഷയങ്ങൾ എഴുതിയിട്ടാണ് അതിന് മറുപടി കിട്ടിയത്. അപ്പോൾ വീണ്ടും
അവരെഴുതി കൊടുത്തു. ഈ രണ്ട് വിഷയത്തിൽ വേറെ ഒരുപാട് വിഷയങ്ങൾ മുജാഹിദും സുന്നികളും തമ്മിൽ ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെല്ലാം കൂടി ചർച്ച ചെയ്യാൻ പ്രയാസമുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം ഈ രണ്ട് വിഷയം ചർച്ച ചെയ്യാം, പിന്നീട് ഓരോ ദിവസം വേണമെങ്കിൽ നമുക്ക് മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാം എന്ന രൂപത്തിൽ എഴുതി കൊടുത്തു. അതിന് മറുപടി കിട്ടിയതും ഈ രൂപത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ എഴുതിയിട്ടാണ്. അങ്ങനെ അവസാനം 2-3 ലെറ്റർ അങ്ങനെ കൈമാറിയ ശേഷം പിന്നെ മാസങ്ങളോളം മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൗഷാദ് ഹസനയുടെ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പുണ്ടായ പരിപാടിയിൽ അന്നാണ് അവസാനമായ ലെറ്റർ കിട്ടുന്നത്. ആ ലെറ്ററിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നൗഷാദ് ഹസനി അത് ഏത് കാര്യങ്ങളാണെങ്കിലും ശരി ഞങ്ങൾ അതിനെല്ലാം തയ്യാറുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ലെറ്റർ കൊടുക്കുകയും ചെയ്തു. അതാണ് സാഹചര്യം. ഇതിനേക്കാൾ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും. ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ അതിലൂടെ സൂചിപ്പിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരാനുള്ള കാരണം കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഈ ഉള്ളവൻ ഞങ്ങളുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഓരോ സ്വഹാബത്തിന്റെ ചരിത്രങ്ങളും വിശദീകരിച്ചപ്പോൾ ഒരു ദിവസം സുബഹ് നമസ്കാരത്തിന് ശേഷം ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയ ഞാനും മറ്റൊരു പ്രവർത്തകനും തിരിച്ചു വരുന്ന സമയത്ത് അവിടെയുള്ള സുന്നി പള്ളിയിലെ ഒരു മുസ്ലിയാർ വന്നുകൊണ്ട് പ്രവർത്തകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മൗലിദ് പാരായണം, അതേപോലെ ഇസ്തിഗാസ, അതുപോലെ സ്ത്രീ പള്ളി പ്രവേശനം, ഈ 3 വിഷയത്തിൽ സംവാദത്തിനുണ്ടോ എന്ന് ഈ ഉള്ളവനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ സഹപ്രവർത്തകൻ വന്ന് ഈ ഉള്ളവനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സംവാദത്തിനൊരു പ്രശ്നവുമില്ല. പക്ഷെ സ്വാഭാവികമായും ഒരാൾ വെല്ലുവിളിക്കുന്നതിനും അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നിങ്ങളുടെ ലെറ്റർ പാഡിൽ അത് എഴുതി തരണമെന്ന് വിശദീകരിച്ചു. അന്ന് വൈകുന്നേരം വേറൊരു മുസ്ലിയാർ ഇതുപോലെ സംസാരിച്ച് സംവാദത്തിനുണ്ടോ എന്ന് വീണ്ടും വെല്ലുവിളിച്ചു. ആ സമയത്തും പറഞ്ഞ മറുപടി ഇത് തന്നെയായിരുന്നു, നിങ്ങൾ ലെറ്റർ പാഡിൽ എഴുതി തരികയാണെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം, അത് പരസ്പരം സംഘടനകൾ തമ്മിൽ തന്നെയാവട്ടെ എന്നുള്ള രൂപത്തിൽ വെക്കുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ 10-40 ആളുകൾ കൂടി വന്ന് ഈ വിഷയത്തിന് മറുപടി പറയണം എന്നുള്ള രൂപത്തിൽ പള്ളിയിലേക്ക് വരികയും അങ്ങനെ അവിടെ ഒരു സംസാരമുണ്ടാകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പിന്നീട് ഇതുപോലുള്ള എഴുത്തുകുത്തുകളും കത്തിടപാടുകളും നടത്തിയിട്ടുള്ളത്. അതിന്റെ അവസാനം കഴിഞ്ഞ ദിവസത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇങ്ങനെയൊരു ദിവസം തീരുമാനിക്കുകയും ഈ ദിവസത്തിൽ ഇങ്ങനെയൊരു ചർച്ച ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിൽ മാറ്റിവെക്കുകയും ചെയ്തു. ഈ ചർച്ചയുടെ അവസാനിക്കുന്നത് കുറെ കത്തിടപാടുകൾക്ക് ശേഷം സംവാദത്തിന്റെ തീയതി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു. ആ കത്ത് ജസ്റ്റ് ഒന്ന് പരസ്പരം അറിയാൻ വേണ്ടി വായിക്കുകയാണ്. സെക്രട്ടറി ISM കൽവത്തി ശാഖ SSS അങ്ങോട്ട് കൊടുത്ത കത്താണ്. തിരിച്ചുള്ള കത്തുണ്ട് തൊട്ട് ബാക്കിൽ. വാദപ്രതിവാദത്തിന് തയ്യാറാണെന്നുള്ള താങ്കളുടെ മറുപടി കിട്ടി. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വ്യത്യാസമാണ് വിഷയമെന്നും കണ്ടു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥ തയ്യാറാക്കാൻ 2010 ഓഗസ്റ്റ് 5, 7 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വരുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. വിശദമായ ചർച്ചയും മറ്റും നടക്കുന്ന വ്യവസ്ഥയ്ക്ക് നിങ്ങൾ ഇതിലൊരു ദിവസം തെരഞ്ഞെടുത്ത് 30/7/2010 മുമ്പായി മറുപടി നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് സെക്രട്ടറി ഷക്കീർ. മറുപടിയായിട്ട് ISMന്റെ യൂണിറ്റ് കമ്മിറ്റി ടു സെക്രട്ടറി 30-ാം തീയതി മറുപടിയാണ്. 24-ാം തീയതിയാണ് SSFന്റെ കത്ത്. 30-ാം തീയതി നൽകിയ മറുപടി സെക്രട്ടറി SSF കല്ലൂത്തി യൂണിറ്റ് കൊച്ചി. സഹോദര, നിങ്ങൾ 24/7/2010 തന്ന ലെറ്ററിലെ തീയതി, അതായത് 5/8/2010 വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്നു.
കൊച്ചിയിലെ നിഷ്കളങ്കരായ സുന്നികൾക്ക് മുന്നിൽ വെച്ച് ഒരു വാദപ്രതിവാദം നടന്നു കാണണമെന്ന് ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച വാദപ്രതിവാദത്തിന് തയ്യാറായ നിങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നെ പിന്നെ SSF കത്ത് കൊടുത്തു. ഈ ദിവസത്തേക്കുള്ള ഡേറ്റും സമയം പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് കടക്കാവുന്നതാണ്. രാമന്തളി വായിച്ച അവസാനത്തെ കത്തുകളിൽ നിന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാം എന്നാണ് തോന്നുന്നത്. വാദപ്രതിവാദത്തിന് തയ്യാറാണെന്നുള്ള താങ്കളുടെ മറുപടി കിട്ടി. സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയാണ് വിഷയമെന്ന് കണ്ടു. എന്നതിൽ നിന്ന് നമ്മുടെ സംവാദത്തിന്റെ വിഷയം ആ കത്തിലുള്ള സൂചിപ്പിച്ച വിഷയം തന്നെ ആക്കാമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ രേഖപ്പെടുത്തുകയും തുടർന്ന് മറ്റ് ചർച്ചകൾ നടത്തുകയും ചെയ്യാമെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. രണ്ട് വിഭാഗവും കത്ത് കൈമാറി അവസാനം നമ്മൾ ആദർശപരമായ കാര്യത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടി. വിഷയം ഇസ്തിഗാസയാണെന്ന്, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമുക്ക് ഇസ്തിഗാസയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാൻ തന്നെയാണ് താല്പര്യം. പ്രത്യേകിച്ച് ഈ സമയത്ത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, സഹായം തേടുന്നു എന്നു പറഞ്ഞുകൊണ്ടാണ് പഴയ കാലത്ത് തന്നെ സുന്നികളെ ഇവിടെയുള്ള മുജാഹിദുകളും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും എതിർക്കാറുള്ളത്. അപ്പോൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയും സഹായത്തേട്ടവും ആരോപണമായി ഉന്നയിച്ച് ഇസ്തിഗാസയെയും നമ്മൾ ചെയ്യുന്ന മറ്റു തേട്ടങ്ങളെയും എതിർക്കുകയാണ് പഴയ കാലത്തുണ്ടായിരുന്ന അവരുടെ നിലപാട്. എന്നാൽ ഇന്ന് ഈ വാദം പറയാനുള്ള അവകാശവും ധാർമ്മികതയും അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷയം പറയാനുള്ള അധികാരം തന്നെ ഇല്ലാത്ത സമയത്ത് അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രാർത്ഥനയുമായി സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഭൗതികവും അഭൗതികവും ഒക്കെ വേർതിരിക്കുന്നതിൽ പഴയകാല മുജാഹിദുകൾക്കുണ്ടായ നിലപാടുകളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്തിഗാസ ഒരു പരിധിവരെ അവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ വാദിച്ച വാദങ്ങൾ അത്രയും മനുഷ്യനിർമ്മിതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനം പഴയകാല ഇസ്തിഗാസ വിരോധത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നതാണ്. അത് ചർച്ച ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. എന്റെ സുഹൃത്ത് നൗഷാദ് ഹസനി ഇപ്പോഴും പ്രസംഗ വേദിയാണ് എന്ന ധാരണയിലാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. മുമ്പിലിരിക്കുന്നത് മുജാഹിദ് പ്രവർത്തകരാണ്. ഞങ്ങൾ വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അതിനു മുമ്പേ ഒക്കെ തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അങ്ങാടിയിൽ അതുപോലെ ഒരു ഖണ്ഡന പ്രസംഗം നടത്തുമ്പോഴൊക്കെ പറയാൻ പറ്റും. മുജാഹിദുകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് ആ തെരുവുകളിൽ നിങ്ങൾക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിയാത്തതുപോലെ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലും തെളിയിക്കാൻ കഴിയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ ഈ കത്തെഴുതിയതും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇസ്തിഗാസ എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള വാദം നിങ്ങൾ എഴുതുക, ഞങ്ങൾക്ക് പറയാനുള്ള വാദം ഞങ്ങളും എഴുതുക, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ്. അല്ലാതെ മുജാഹിദുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്,
ഇസ്തിഹാസ ഒരു പരിധിവരെ അവരും അംഗീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഇസ്തിഹാസ ഒരു പരിധിവരെ അല്ല, ഞങ്ങൾ എപ്പോഴും ഓതുന്ന ആയത്താണ് റബ്ബഹും ഫസ്തജാബ ലഹും അന്നി മുമിദ്ദുഹും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അള്ളാഹുവിനോട് ബദറിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇസ്തിഹാസ നടത്തിയ സന്ദർഭം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പൊ ഇസ്തിഹാസ അന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. അപ്പൊ നമ്മളെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസയാണ് വിഷയം, അതിനെപ്പറ്റിയുള്ള വാദമാണ് എഴുതേണ്ടത്. അല്ലാതെ മുജാഹിദുകൾ അംഗീകരിച്ചു തെളിഞ്ഞു എന്നൊക്കെ വെറുതെ പറഞ്ഞ് സമയം കളഞ്ഞത് കൊണ്ട് കാര്യമില്ല. സുഹൃത്ത് പറഞ്ഞതുപോലെ വിഷയങ്ങൾ നിങ്ങൾ തെളിയിക്കുമെന്നാണ് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞത്. അങ്ങാടി പ്രസംഗമല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് തന്നെയാണ് പോയത്, അറിയാതെയാണോ എന്നറിയില്ല. ഏതായാലും ഇരിക്കട്ടെ. ഇപ്പൊ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്താണത്? മുജാഹിദ് പ്രസ്ഥാനം ഇസ്തിഗാസയെ എതിർക്കാൻ പഴയ കാലത്ത് പറഞ്ഞ വാദത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന ബോധത്തോടെയാണ് മുജാഹിദുകൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് പഴയ കാലത്ത് ഇസ്തിഗാസയെ നിങ്ങൾ എതിർക്കുന്ന ആ ശൈലിയിൽ നിന്ന്, ആ വാദത്തിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു. അത് ഞങ്ങൾ തെളിയിക്കും. അതോടുകൂടി ഇസ്തിഗാസ വിരോധം ഇല്ലാതെയാവും. അതാണ്, ആ രൂപത്തിലാണ് ഇപ്പൊ ഞങ്ങൾ അതിന്റെ വാദം കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ തന്നെ നിങ്ങൾ പറഞ്ഞത് മാറ്റിയാൽ പിന്നെ നിങ്ങളുടെ വാദത്തിന് യാതൊരുവിധ തലയും വാലും ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ ഉദ്ദേശിച്ചതും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ആ തൗഹീദ്, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കൊടുത്ത തൗഹീദ് ഇപ്പോൾ പൊളിഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് തന്നെ പോവട്ടെ നമ്മുടെ ചർച്ച. അത് തെളിയിക്കാനുള്ള വെല്ലുവിളിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കത് കഴിയില്ല എന്ന 100% ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്താണോ പാടില്ല എന്ന് മുമ്പ് നിങ്ങളോട് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, എന്താണോ ശിർക്കാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്, അത് അന്നും ഞങ്ങൾ ശിർക്കാണെന്ന് പറയുന്നു, ഇന്നും ശിർക്കാണെന്ന് പറയുന്നു. ഒരു മാറ്റവും മുജാഹിദ് പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഉണ്ടാകണം എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ചിലതൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. അതാകട്ടെ നൗഷാദ് ഹസനിക്ക് പോലും വായിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒരു വേദിയിലും ഇക്കാലം വരെ തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയല്ലാതെ എവിടെയാണത്? ഇൻഷാ അല്ലാഹ് ഇവിടെയും ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തെളിയിക്കാനുള്ള വേദിയാണല്ലോ വാദപ്രതിവാദത്തിന്റെ വേദി. ആ സമയത്തേക്ക് വേണ്ടി ഒരുങ്ങുക, നിങ്ങളുടെ വാദം എഴുതുക, എന്നിട്ട് നമുക്ക് കൈമാറാം. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളത് തെളിയിക്കും. നിങ്ങളുടെ പഴയകാല വാദത്തിൽ നിന്ന്, ഇസ്തിഗാസ വിരോധത്തിന്റെ വാദത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് ഞങ്ങൾ തെളിയിക്കും, തെളിയിച്ചിട്ടുമുണ്ട്, ഇനിയും തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ വളരെ നന്നായി സുഹൃത്ത് കായക്കൊടി ആ രൂപത്തിലേക്ക് തന്നെ വന്നല്ലോ. നമുക്ക് ഇനി വാദം എഴുതാം. നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് ഞങ്ങൾ എഴുതും. അപ്പൊ നമുക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാവുകയും ചെയ്യും.
ഹലോ, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി നടക്കുന്ന വാദപ്രതിവാദത്തിൽ സുന്നികളുടെ വാദമായി ഞങ്ങൾ വായിക്കുന്നു. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കാലത്തും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ള വാദം അത് ഇവിടെയും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. മൊഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം. ആ വിഷയത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ള വാദം അതാണ്. അതെ, ആ വാദം അത് പറയാനുള്ള മുഴുവൻ അധികാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വന്നതോടെ അത് ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ അറിയാതെ പറഞ്ഞു പോകും. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ, മാറിയോ ഇല്ലേ എന്നത് അവിടെ തെളിയിക്കുക. ഞങ്ങൾ എന്താണോ മുമ്പ് പറഞ്ഞത് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മാറിയിട്ടില്ല എന്ന് ഞങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ മാറി എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം. തീർച്ചയായും ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് എക്കാലത്തും മുജാഹിദുകൾ എഴുതിയ വാദം ഒരു മാറ്റവുമില്ലാതെ മാറി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു, മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നല്ലാതെ മാറിയിട്ടില്ല എന്ന് പറയാനും തെളിയിക്കാനുമുള്ള ആർജവം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് മൊഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന എക്കാലത്തെയും മുജാഹിദുകളുടെ വാദം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആ വാദം നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്തായാലും ആ വാദത്തിൽ നിന്ന് നിങ്ങൾ അറിയാതെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വന്ന് അത് ചർച്ച ചെയ്യുക. ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയും? എതിർവാദമാണ്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ഞങ്ങൾ മാറിപ്പോകില്ല എന്നുള്ളത് അത് സൂക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. അതിലൊട്ടും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞങ്ങളുടെ വാദം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബേജാറ് തുടങ്ങി എന്നതുകൊണ്ടാണ് നിങ്ങൾ മാറിപ്പോകും. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ലല്ലോ. ഞങ്ങൾ മാറിക്കിട്ടാനാണല്ലോ നിങ്ങൾ ഈ വന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ മാറിപ്പോകും. ഞങ്ങൾ മാറാതിരിക്കുകയല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ മാറുകയാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങൾ മാറിപ്പോകുന്നത് പറഞ്ഞ് ബേജാറാകുന്നത്? നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മറ്റു വല്ലതും എഴുതുമെന്നാണ്. ഞങ്ങൾക്ക് പണ്ട് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്ന് എഴുതാം എന്ന് ഞാൻ വിചാരിക്കും. പണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വായ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ പ്രസ്ഥാനം അത് മാറ്റിയിരിക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വിഷയം എഴുതുമ്പോൾ ആ വിഷയത്തിൽ വാദപ്രയോഗം നടക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിനെ പ്രതിരോധിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അല്ലാതെ നിങ്ങൾ വേറെന്തെങ്കിലും എഴുതുക, ഞങ്ങൾ വേറെന്തെങ്കിലും ഇതിന്റെ അടിസ്ഥാന ഏറ്റവും മർമ്മത്താണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഞങ്ങളെ വാദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവും, ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ നിലപാട് മാറി എന്നാണല്ലോ അതിൽ എഴുതിയത്. ഞങ്ങൾ മാറിയിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ഇക്കാലം അത്രയും മുജാഹിദുകൾ ഇതേ വാദമാണ് എഴുതിയത് വാദപ്രയോഗത്തിൽ. അതോടുകൂടി നിങ്ങളുടെ വാദം പൊളിഞ്ഞു. നിങ്ങളുടെ വാദം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് ഞങ്ങളിവിടെ പറഞ്ഞു. ഇനി ഞങ്ങളുടെ വാദം മർമ്മപ്രധാനമായി ഞങ്ങൾ പറയുന്നത് ഈ കത്തിലുള്ളത് അത് തന്നെയാണല്ലോ. ഇസ്തിഗാസയാണ് വിഷയം. അത് ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. ആ മൊഹീദ്ദീൻ ശേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ് എന്ന ഞങ്ങളുടെ എക്കാലത്തെയും വാദം ഞങ്ങൾ എഴുതി. ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് തന്നെ. നിങ്ങളുടെ വാദത്തിന് മറുപടി എഴുതണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ മറുപടി എഴുതണം എന്നല്ലല്ലോ. ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ എഴുതലാണ്. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി.
നിങ്ങളുടെ വാദം നിങ്ങൾ എഴുതി. ഇനി ഞങ്ങൾ നിങ്ങളുടെ വാദം അവിടെ വെച്ച് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങളുടെ വാദം ഞങ്ങളും തെളിയിക്കും. ഒരു വാദപ്രതിവാദം ആദ്യമായി പോകുന്ന പോലെയാണ് ഇപ്പൊ കായക്കൊടി മൗലവി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല സ്ഥലത്ത് കോട്ടക്കലിലും ആലുവയിലും എല്ലാ സ്ഥലത്തും എഴുതിയതല്ലേ. നമ്മൾ എന്തായാലും ഒരു വാദപ്രതിവാദമാകുമ്പോൾ ഞങ്ങൾ എഴുതിയ വാദത്തിന് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അവിടെ തെളിയിക്കാം. നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഞങ്ങൾ ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. അത് നിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിഷേധിച്ചു. അതെ, ഞങ്ങൾ നിഷേധിച്ചുകൊണ്ടായില്ല, നിങ്ങൾ അവിടെയാണ് പറയേണ്ടത്. അപ്പൊ ഇതിന് അവിടെ പറയുന്നതിന് ഇവിടെ എന്താ പറയേണ്ടത്? നിഷേധമല്ല, അത് ഇതിന്റെ നിഷേധമല്ല, നിഷേധമാണ്. കാരണം ഒരിക്കലുമല്ല. ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ പറഞ്ഞത് വേറെ, നിങ്ങൾ പറഞ്ഞത് വേറെ. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഗാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ ഭാഗം അസ്ഥാനത്തായിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അസ്ഥാനത്തല്ല, അത് അസ്ഥാനത്തല്ല ഞങ്ങളുടെ വാദം ഇങ്ങനെ തെളിയും. അതായത് അങ്ങനെ ഞങ്ങളെ വാദം മാറിയിട്ടില്ല, പഴയ കാലത്ത് വാദിച്ചത് തന്നെയാണ് ഞങ്ങളും വാദിച്ചതെന്ന് ഇതിന്റെ പിന്നിൽ എഴുതാൻ നിങ്ങൾക്ക് ധൈര്യം വേണം. പക്ഷെ ധൈര്യം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഒരു കാര്യം ചെയ്യാം, മുജാഹിദ് പ്രസ്ഥാനം അന്ന് തകരുമെന്ന് ഞങ്ങളുടെ വാദത്തിന് മറുപടി നിങ്ങൾ എഴുതാം, നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ നിങ്ങൾ എഴുതാം. മഹാന്മാരോടുള്ള പ്രാർത്ഥന നടന്നത് ശിർക്കല്ല എന്ന് നിങ്ങൾ എഴുതണം. അതിന്റെ ഇടയിൽ ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ എഴുതുന്നത് എന്താ ഞങ്ങൾ പറയും. അപ്പൊ ഞങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എഴുതണം. അതെന്ത് ചെയ്യാം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സെഷന്റെ ആവശ്യമില്ല, ഒരേ വാദമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവമുള്ള തട്ടിപ്പാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നത് രണ്ട് സെഷനായി നടക്കും. ഒരു കാര്യം ചെയ്യാം, അതിനു മുമ്പ് നമ്മളൊരു ടൈം തീരുമാനിക്കാം. ഒരു സമയം 2 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക, 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുക, 1 മിനിറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വാദം ഞങ്ങൾ വാദിച്ചു. നമുക്ക് നിങ്ങൾ വാദിച്ച വാദം ഇതല്ല. കാരണം വെച്ചാൽ അത് മരിച്ചുപോയവരോ മരിച്ചുപോയാലോ ജീവിച്ചോ ഞങ്ങളെ വിഷയമല്ല. ഇത് നിങ്ങൾ മുമ്പ് പറഞ്ഞത് ഇങ്ങനെയാണ്, എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള സഹായം. അത് മരിച്ചോലോ ജീവിച്ചോലാവുന്ന ഇവിടെ വിഷയമല്ല. മരിച്ചോലോട് ജീവിച്ചെടുക്കുന്നതൊന്നും പാടില്ല ഞങ്ങൾ ഇവിടെ വാദിച്ചിരുന്നത്. പഴയ കാലത്ത് ആ വാദം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കുമാണെന്നുള്ള നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ തകർത്തി. ഇതിനെതിരെ നിങ്ങൾ എഴുതി, അടുത്ത നിങ്ങൾ വേദനയായി ഞങ്ങൾ എഴുതും. 2 സെഷനായി നമുക്ക് നടത്താവുന്നതാണ്. ഞങ്ങളുടെ വാദം മാറിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സുന്ദരമായ വേദിയാണ് നിങ്ങൾക്ക് വാദപ്രതിവാദത്തിന്റെ വേദിയിൽ വരാൻ പോകുന്നത്. നിങ്ങൾ എഴുതിയ വാദം ഞങ്ങൾക്ക് ബാധകമല്ലെന്നും അത് ഞങ്ങൾക്ക് ബാധകമായ കാര്യമല്ലെന്നും ഞങ്ങൾ അവിടെ വെച്ച് തെളിയിക്കും. ഒന്ന്, അത് ഇവിടെ എഴുതേണ്ടതില്ല, അവിടെ വെച്ച് തെളിയിക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ ഇക്കാലമത്രയും ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇക്കാലമത്രയും എന്താണോ എഴുതിയത് അത് തന്നെ ഇവിടെ ആവർത്തിച്ചെഴുതിയിരിക്കുന്നു. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ മാറിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എഴുതില്ലല്ലോ. അപ്പൊ മാറിയിട്ടില്ല, ഞങ്ങളുടെ വാദം മാറിയിട്ടില്ല. ഇനി മാറിയ കാര്യങ്ങൾ എന്ത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് തെളിയിക്കുക. അതില്ലെന്ന് ഞങ്ങളും തെളിയിക്കും. അതാണ് വാദപ്രതിവാദം എന്ന് പറയുന്നത്. വാദപ്രതിവാദം റെഡി. നിങ്ങൾ വാദം പ്രതിവാദമാണെങ്കിൽ ഒരു വാദം ഞങ്ങൾ പറയുമ്പോൾ അതിനോട് നിങ്ങൾ പ്രതികരിക്കണം. അതിന്റെ എതിർവാദങ്ങൾ നിങ്ങൾ ഇതിന്റെ എഴുതി, അതിന്റെ എതിർവാദം ഞങ്ങൾ എഴുതി തരാം. 2 സെഷനായി നമുക്ക് നടത്താലോ. അത് ന്യായല്ലേ? നമ്മൾ വാലുവിൽ 2 സെഷനായി തീരുമാനിച്ച് നിങ്ങൾ വരി, ഞങ്ങളെ ഈ വാദത്തിന് നിങ്ങൾ പ്രതികരിക്കുക. നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ 8 കാലി വരകൾ തകർത്തു എന്നാണ് ഞങ്ങൾ ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇല്ല എന്ന് നിങ്ങൾ പറയണം. അത് തകർക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? ഇക്കാലം അത്രയും ഞങ്ങൾ എഴുതിയ വാദം ഞങ്ങൾ പറയാം. അത് എഴുതുന്നതിനൊരു വിരോധമുള്ള കാര്യം ആവശ്യമില്ല എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞത്. കാരണം അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മഹാന്മാരോട് വേണമെങ്കിൽ ഇതിൽ ഞങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാം. ഒരു വിഷയമുള്ള കാര്യമല്ല അത്. എന്ത്? മഹാന്മാരോട് നടത്തുന്ന ഇസ്തിഗാസ ശിർക്കാണെന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇക്കാലം വരെയുള്ള നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് പറയാൻ ഞങ്ങൾ ഇന്നും തയ്യാർ. അത് അവിടെ എഴുതണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്റെ സമയം കഴിഞ്ഞോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ആ പറഞ്ഞ കാര്യം എഴുതുന്നതിന് ഒരു വിരോധമുള്ള കാര്യമല്ല. എന്തിനാ എഴുതുന്നതിന് വേണ്ടി ഞങ്ങളിത് ഇവിടെ തന്നെ എഴുതാം. അവിടെ എഴുതണ്ട, ഇവിടെ തന്നെ എഴുതാം. ഞങ്ങളുടെ ഈ വാദത്തിൽ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. അത് ശിർക്കാണെന്ന കാര്യത്തിൽ മുജാഹിദ് ഇവിടെ ഇസ്തിഗാസയാണ് വിഷയം. ഇസ്തിഗാസയാണ് വിഷയം. മരിച്ചവരോട് മാത്രമല്ല, മരിക്കാത്തവരോട് നടത്താം. മരിക്കാത്തവരോട് നടത്തുന്ന വിഷയം തന്നെയാണ്. എല്ലാവരോടും വിഷയം തന്നെയാണ്. എങ്ങനെ സഹായം കിട്ടുന്നു എന്ന് അറിയാതെയുള്ള എല്ലാ സഹായവും പാടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അത് ജീവിച്ചവരാവട്ടെ, ജിന്നാവട്ടെ, മരക്കാവട്ടെ, ആരാവട്ടെ പാടില്ല എന്നാണ് നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇത് മാറ്റിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് മാറ്റിയിട്ടില്ല എന്ന് എഴുതാൻ ചങ്കൂറ്റം കാണിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ തൗഹീദ് എവിടെ? അത് നിങ്ങൾ എഴുതണം. ബാക്കി ഞങ്ങൾ എഴുതി തരാം. ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എഴുതും.
എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അബൗദികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ല എന്ന് നിങ്ങൾ എഴുതണം. അതാണല്ലോ ഇതിന്റെ ഓരോ വാദത്തിന്റെ. നിങ്ങൾ പറഞ്ഞല്ലോ പഴയ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു പിന്മാറി എന്ന്. നിങ്ങൾ പിന്മാറിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ പറയുന്നു ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുന്നു എന്നാ, ഈ വാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിരിക്കുന്നു. ഇല്ല, അത് ഞങ്ങൾ മറുപടി ആയിക്കോട്ടെ. ഞങ്ങളുടെ ഈ വാദത്തിന് നിങ്ങളും പ്രതിവാദം എഴുതാം, നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ എഴുതാം. ഇതാ പിടിച്ചോ. നമ്മൾ പിന്മാറിയിട്ടില്ല, നിങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്മാറിയിട്ടില്ല എന്നുള്ള വാഴക്കാരാണ് നിങ്ങൾ. അതെ അതെ അതെ. അപ്പോ ഞങ്ങളിവിടെ വരണ്ടില്ല. അതെ, ഞങ്ങൾ പിന്മാറി എന്നുള്ള എഴുതിക്കണത്. അത് നിങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് എഴുതിക്കോളൂ. അതിന്റെ മരിക്കണം ചുരുക്കിന് മരിക്കണമെന്നൊന്നുമില്ല. മരിക്കണല്ലേ, ഒരു ചുരുക്കിനിപ്പം മരിക്കണം. പിന്നീട് പതിന് ജീവിച്ചാലും കുഴപ്പമായിരിക്കും. ഈ പ്രാർത്ഥന എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാത്ത എല്ലാ സഹായവും ചുരുക്കാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്നതാണ്. പിന്നെ സിയാസ് നടത്തുന്നത് എന്റെ എതിർവാദം ചെറുക്കാണെന്ന വാദം അബദ്ധമാണ്. വിശ്വാസമാണ്, പ്രാർത്ഥന അല്ല. വാക്കങ്ങൾ തെളിയിച്ചു. അല്ല, നിങ്ങളാണ് മരിച്ചു പോയാന്നൊക്കെ എഴുതി വന്നിട്ട് ഇതിനെ മരിക്കേണ്ടത് ചുരുക്കാൻ എന്തിനാ മരിക്കേണ്ടത്? അല്ല, അതൊക്കെ ഓക്കെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ വാദത്തിനുള്ള പ്രതികരണം നിങ്ങൾ എഴുതി. ഇസ്തിഗാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ്. മൊഹിയുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കല്ല. ഞങ്ങൾ പ്രാർത്ഥന ഇസ്തിഗാസാക്കി. ആ പ്രാർത്ഥന എഴുതിയിട്ട് നിങ്ങൾ നമുക്ക് കൂടണ്ട. ഞങ്ങൾക്ക് ധൈര്യം തന്നെ കള പറയുന്നുണ്ടല്ലേ? ഞങ്ങൾക്ക് നല്ല ധൈര്യം, ഞങ്ങൾക്ക് നല്ല ഞങ്ങൾക്ക് ധൈര്യത്തോടുള്ള മുപ്പര വിശ്വസിച്ചു മുപ്പരോടെ പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞ ധൈര്യം ഉണ്ടെങ്കിൽ കളവും പറയണം. ഞങ്ങൾക്ക് ധൈര്യം ധൈര്യക്കുറവുണ്ടെന്ന് മരുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറെ കാലം പലരും ഊഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയുകയും ചെയ്തിനാരോ പക്ഷെ മൈദീൻ ചേക്കനോടാവില്ലേ? അല്ലെ ജിന്നിനോട് മൈദീൻ
ശേഷം എന്നോട് ദ്വാ ചെയ്യാൻ പറഞ്ഞാൽ ദ്വാരിക്കാൻ തന്നെ മോശമാണ്. നിങ്ങൾക്ക് അറിയാലോ എന്താ പറയുന്നത്. ഇല്ലത്തില്ല പറയാൻ വേറെ നിർത്തോ. ചിലര് ഭയങ്കര കൺവേർട്ട് നടന്നു. എന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ചെന്നപ്പോ മൂരിക്കുട്ടി നടത്തല്ല. അത് ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നു, പക്ഷെ ചിന്തിക്കുന്നതിന് മുമ്പേ അർത്ഥമാണ്. വിഷയത്തിൽ സംവാദത്തിന് ഞങ്ങൾ തെളിയിക്കും. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ തെളിയിക്കാനിന്റെ വിഷയത്തിൽ സംവാദം നടത്താൻ ഞങ്ങൾ തെളിയിക്കും. ഓക്കെ, ആ കളി ഞങ്ങളോട് വേണ്ട. ആ ആയിക്കോട്ടെ, തെളിയിക്കുന്നല്ല പറഞ്ഞത്. ഇബ്രാഹിം നബി അറിഞ്ഞിരുന്നു. ആയിക്കോട്ടെ, ഒരു കാര്യം അർത്ഥമാണ് ഇപ്പെടുത്തരണ്ട, ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും, ആവശ്യമായ സമയത്ത് തെളിയിക്കും. ഇല്ലത്താനും എടുത്തിട്ടു, അതുകൊണ്ട് അതിനുള്ള മറുപടി ഇതിന് മറുപടി പറഞ്ഞു. ഓക്കെ, ഞാനിത് പറയാൻ കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് കാലമായി ഇരിക്കട്ടെ. അതെന്തുകൊണ്ടാ ആദ്യം അത് വേണമെന്നറിയാൻ കാരണം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ അംഗീകരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ. ഞങ്ങളെ ഇപ്പൊ നമ്മളെ കുന്നത്തേരി സംഭവത്തിന് ശേഷം പൊതുവെ ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഏറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. പക്ഷെ ലാസ്റ്റ് ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഒരുപാട് നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്ന് ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് ഇല്ലാതെയാണ്. അപ്പൊ ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് എന്നൊക്കെ അന്ന് ഇത്രയും കാലം പറഞ്ഞിരുന്നത് വെറുതെ ആയിരുന്നു കൂടി ഇവിടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. ജംഇയ്യത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രാമന്തളിനോട്, ഞങ്ങളിപ്പോ സംസ്ഥാനക്കാരുമായിട്ട് നാദാപുരത്ത് നടന്ന വ്യവസ്ഥ കൂടിയല്ലോ. ജംഇയ്യത്തുൽ ഉലമന്റെ കത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നതാണ്. ഇനി അതല്ല, ജംഇയ്യത്തുൽ ഉലമയുടെ കത്തില്ലാതെ കൂടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കൂടുന്നതിന് ഒരു വിരോധമില്ല. പക്ഷെ അതിന്റെ പ്രോപ്പർ ചാനൽ നൗഷാദ് ഹസനിയുമായി ഞാനിരുന്ന സംവാദങ്ങളിൽ, നമ്മൾ നടത്തിയ സംവാദങ്ങളിൽ ജംഇയ്യത്തുൽ ഉലമയുടെ കത്തിന്റെ ഇല്ല. പക്ഷെ അതിന്റെ പ്രോപ്പർ ചാനൽ അതാണ്. അതില്ലാതെ നടത്തും. ഓക്കെ, നടത്തിയിട്ടുണ്ടല്ലോ. അത് ഇവിടുത്തെ നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തു പറയണമെങ്കിൽ ആദ്യമായിട്ട് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തില്ല നടക്കുന്ന ഒരു സംവാദമാണ് ഇത്. അല്ല, കോട്ടക്കൽ അങ്ങനെയാണ്, ആലുവ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് എടമുട്ടത്തും ജംഇയ്യത്തുൽ ഉലമയുടെ കത്തില്ല എന്നാണ്. ഇല്ല. പക്ഷെ ഒരു പ്രോപ്പർ ചാനൽ എന്നും ഇനിയിപ്പോ ഈ സംവാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു വാദമല്ല അത്. എന്നും മുജാഹിദുകൾ പറയുന്നതാണ് പണ്ഡിത സംഘടന കത്ത് കിടന്നു. വ്യക്തിപരമായിട്ടാണെങ്കിൽ നിങ്ങളോട് ഞങ്ങൾ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇല്ലാത്ത സമയത്താണ് ജംഇയ്യത്തുൽ ഉലമ നിർബന്ധം വന്നത്. നിങ്ങൾ വന്ന സമയത്ത് ജംഇയ്യത്തുൽ ഉലമയുടെ കത്തിന്റെ പ്രശ്നം വന്നില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ എപ്പോഴും പറയുന്നത് ഞാൻ മൈക്കിൽ പിടിക്കുമ്പോൾ നിങ്ങൾ ബേജാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞല്ലേ 2 മിനിറ്റ് അത് നിങ്ങൾ പറഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വന്നതിന് ശേഷം നടക്കുന്ന ഈ സുതാര്യതയിൽ നമുക്ക് സന്തോഷമുണ്ട്. അല്ല, ഈ സുതാര്യതയിൽ നമുക്ക് സന്തോഷമുണ്ട്. ഏതായാലും വാദം തുടരാം. അത് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചിലത് മറന്നു പോകുന്നതുകൊണ്ടാണ്. ഒന്ന് വല്ലപ്പോഴും സംവാദങ്ങൾ മറക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. രണ്ടാമത്തേത് ഇവിടെ ഇസ്മായിൽ നബിയായിട്ട് നടന്നത് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനില്ലാത്ത ഒരു വർഷത്തിനിടയിൽ നടന്ന സംവാദങ്ങളാണ് അതൊക്കെ. അപ്പൊ രണ്ടും നടന്നു. ലബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ട് സംവാദമല്ല. അതാ മുബരോട് ചോദിക്കേ സാഹബ്. അല്ല, ഹനീഫ മൗലവി ഇല്ലാത്തൊരു കുറവ് കണ്ട്. കാരണം കൂടുതൽ പരാജയം കാണണമെങ്കിൽ ഹനീഫ മൗലവി വേണം. എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അബോധികമാണെന്നും അതിനാൽ അത് തിരിച്ചാണെന്നുള്ള പഴയ വാദത്തിൽ പിന്മാറിയിട്ടില്ല. വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏത് വിഷയമായാലും നിങ്ങൾ എങ്ങനെ സഹായം കിട്ടലായാലും എവിടുന്ന് സഹായം കിട്ടലായാലും ഭൗതികമായാലും അഭൗതികമായാലും ഒക്കെ ഒക്കെ അതിൽ പെട്ടല്ലോ. ഒക്കെ ചർച്ച ചെയ്യേണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ പറഞ്ഞോ. അത് മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അതില്ലാന്നാ ഞങ്ങൾ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഒരു വാദത്തൊന്നും മാറിയിട്ട്
അങ്ങനെ എന്തിനാ അല്ല, ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ഒരു വാദം ഇരിക്ക് എന്റെ സമയം കഴിഞ്ഞു. ഇരിക്ക് റഫീഖ് സാധാരണ നിൽക്കാൻ ഇനി വേണ്ട, ഇരുന്നു. പിന്നെ ഒരു വാദത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ എഴുതി. ഒരു വാദത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് എഴുതിയതോടുകൂടി ആ വാദത്തും പിന്മാറിയില്ല എന്നായി. അങ്ങനെ എഴുതണം. മേൽ പറഞ്ഞ വാദമടക്കം മേൽപ്പറഞ്ഞതിൽ പെടൂല. മേൽപ്പറഞ്ഞ ഇപ്പൊ പെടൂലേ? ഇപ്പൊ പെടൂലേ? മലയാളം അറിയാണ് എഴുതുന്ന രാമന്തലിനോട് ഈ പറഞ്ഞതിൽ പെടൂല. അല്ല പിന്നെ വ്യവസ്ഥ അങ്ങനെ വ്യവസ്ഥയില്ലാത്തത് കൊണ്ട് വ്യവസ്ഥ കൃത്യമല്ലത്. ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട് ഇക്കാലം പറഞ്ഞ ഒരു വാദത്തൊന്നും മുജാഹിദുകൾ മാറിയിട്ടില്ല. ഇവിടെ ഇപ്പൊ കൃത്യമായിരിക്കും. അതെ, ഒരു സമയം പോകില്ല. നിങ്ങൾ പറഞ്ഞത് എന്താണോ, നിങ്ങൾക്ക് എന്താണോ പറയണോ അതിവിടെ ഞങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ മാറിയിട്ടില്ല എന്ന് താഴെ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ട ഞങ്ങളെ ബാധ്യതയാ. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. ഇസ്തിഹാസ ശിർക്കാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇസ്തിഹാസ ശിർക്കാണ് എന്ന് പറയാനും തെളിയിക്കാനും ഞങ്ങൾ ഇക്കാലം വരെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നും ഞങ്ങൾ മാറിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇതോ ഇതല്ലാത്ത വേറെന്തെങ്കിലോ ഏത് നിങ്ങൾ ഞങ്ങൾ മാറി എന്ന് പറഞ്ഞതിന് തെളിയിച്ചാലും അതില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ എഴുതിയിലൂടെ ഞങ്ങൾ ഏറ്റെടുത്തു. അല്ല, നമ്മളിപ്പോ ലോകത്ത് നടന്ന എല്ലാ എല്ലാം കൂടിയും ചർച്ച ചെയ്യലല്ലോ. ഇപ്പൊ നമ്മളൊരു വാദം മേലെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വാദത്തിന് മറുവാദം ഉണ്ടെങ്കിൽ അതിന്റേതായ രൂപത്തില്, കാരണം പിന്നീട് അതിന്റെ മറുവാദമാണ് എഴുതിയത്. ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട ഒരു വാദങ്ങളിൽ നിന്ന് ഞങ്ങൾ അത്രേ ഉള്ളൂ. ഇതല്ല അതിന്റെ മറുവാദാണ്. അതെ, ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾ തെളിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞു ഇത് മറുവാദല്ല അവിടെ തെളിയിച്ചു. നിങ്ങൾ അവിടെ മറുവാദല്ല നിങ്ങൾ തെളിയിച്ചോ? ഞങ്ങളെ വാദം ഞങ്ങളല്ലേ പറയണ്ട. നിങ്ങളാ എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അവിടെ ചർച്ച. അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ എഴുതി. ഈ വാദത്തിൽ നിന്നും ഇതുപോലുള്ള മറ്റു വാദങ്ങളിൽ നിന്നും ഞങ്ങൾ പിന്മാറിയിട്ടില്ല. അങ്ങനെ എഴുതി. അതല്ലാതെ നിങ്ങൾ ഏതോ പഴയ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ല ഇവിടെ ചർച്ച ചെയ്യണത്. ഒരു വിഷയത്തിൽ കൃത്യമായിരുന്നു കൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിരിക്കുന്നു. ഇതോടെ ഇസ്തിഹാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിരിക്കുന്നു. കഴിഞ്ഞില്ല. ഇനി നിങ്ങൾ എഴുതണ്ടേ എങ്ങനെ സഹായം കിട്ടുന്നു എന്നറിയാതെയുള്ള സഹായം അഭൗതികമാണെന്നും അതിനാൽ അത് ശിർക്കാണെന്നുമുള്ള പഴയ വാദത്തിൽ നിന്ന് മുജാഹിദുകൾ പിന്മാറിയിട്ടില്ലെന്നും ഇതോടെ ഇസ്തിഹാസ ശിർക്കാണെന്ന മുജാഹിദുകളുടെ വാദം അസ്ഥാനത്തായിട്ടില്ലെന്നും ഞങ്ങൾ തെളിയിക്കും എന്ന് നിങ്ങൾ എഴുതണം. ഞങ്ങളെ വാദം നിങ്ങളെ വാദമൊക്കെ എഴുതാൻ നിങ്ങൾ തന്നെ മതിയല്ലോ വാദപ്രയോഗം നടത്താൻ. നിങ്ങൾക്ക് ഇത് എഴുതാൻ പേടി. ഞങ്ങൾ ധൈര്യമായിട്ട് എഴുതി. അല്ലെ, ഞങ്ങൾ ധൈര്യമായിട്ട് എഴുതി. തുടക്കത്തിൽ പറഞ്ഞാലേ ഞങ്ങൾ ഒരു വാദത്തിനുമായി ബന്ധപ്പെട്ട് ഇസ്തിഹാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞതാണല്ലോ ഞങ്ങൾ മാറി. ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് തന്നെ ഞങ്ങൾ എഴുതി. അത് ഞങ്ങൾ അവിടെ തെളിയിക്കുകയും ചെയ്യും. അതായത് ഈ അനീഫ മൗലവി ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മുടെ അതെ, അങ്ങനെ ഒരു വിഷയം വരും. ഇതിപ്പോ നമ്മൾ അവിടെ ഈ വാദം ഞങ്ങൾ സ്ഥിരപ്പെടുത്തുമ്പോ നിങ്ങൾ പറയും ഞങ്ങൾ അതല്ല പറഞ്ഞു എന്ന് പറയാനുള്ള സാധ്യത നമ്മൾ അവിടെ കാണുന്നതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ പറയാം. നിങ്ങളാ പറഞ്ഞു തന്നെ അതൊന്നുകൂടി വ്യക്തമാക്കി എഴുതിയാൽ ഇപ്പൊ ഇസ്തിഹാസ എന്താണ്, മഹാന്മാരുള്ള സഹായം അല്ലെങ്കിൽ അതുപോലെയുള്ള സഹായം നിങ്ങൾ എഴുതിയാൽ മതി, വിഷയം തീരും. ആ ഇസ്തിഹാസന്റെ മലയാള പദങ്ങൾ എഴുതി എന്നാൽ തന്നെ ഈ പറഞ്ഞ് റെഡിയാവും. അത് നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞാണ് അവിടെയുള്ള ചർച്ച ഇതിൽ കിടന്ന് കെട്ടിത്തിരിയാതിരിക്കാനുള്ള ഒരു മാർഗം എന്നെനിക്ക് നിർദ്ദേശിച്ചത്. ഒരു സാധ്യത അതിലില്ല. ഞങ്ങൾ എഴുതിയത് വളരെ കൃത്യമാണ്. ഇസ്തിഹാസ ശിർക്കാണെന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലം വരെ പറഞ്ഞ ഏതെങ്കിലും വാദങ്ങളിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം പിന്മാറി എന്നത് ദുരാരോപണവും നുണയുമാണ് എന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് വാദം പറഞ്ഞാലും ഞങ്ങൾ പിന്മാറിയിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള അർജവം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കുകയും ചെയ്യും. ഇനി ഞങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെളിയിക്കാം. ഈ വാദം വ്യക്തമായിട്ട് എഴുതുന്നതിൽ ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് അനീഫമല്ലേ? ഈ വാദം ഇപ്പൊ വ്യക്തമായിട്ട് എഴുതുന്നതിൽ അതിന്റെ മറുവാദമായിട്ട് എഴുതുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? ആവശ്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആവശ്യമില്ലാന്ന് ഞങ്ങൾ എഴുതിയത് കൃത്യമല്ല എന്ന് ഞങ്ങൾക്ക് തോന്നണ്ടേ? ഇതിന് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിലല്ലേ? ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്.